പ്രിയ ദൈവജനമേ, ഇന്ന് ആഗമനകാലത്തിലെ 21-ാം ദിവസം. ലോകത്തിൻ്റെ പ്രകാശമായ ഈശോമിശിഹായെ സ്വീകരിക്കാൻ ഒരുങ്ങുന്ന ഈ ആഗമനകാലം നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് പ്രകാശമായി മാറ്റാനുള്ള വിളിയാണ്. യോഹന്നാൻ 8:12 കർത്താവ് അരുളി ചെയ്യുന്നു, ഞാനാണ് ലോകത്തിൻ്റെ പ്രകാശം. ആ ലോകത്തിൻ്റെ പ്രകാശമായ കർത്താവിൻ്റെ മക്കളായ നമ്മൾ കർത്താവിൻ്റെ ആ വലിയ തിരിയിൽ നിന്നും കത്തുന്ന ചെറിയ ചെറിയ തിരിനാളങ്ങളാണ്. നാം ആളിക്കത്തുമ്പോഴാണ് നമ്മുടെ ചുറ്റുമുള്ളവരുടെ ഇരുട്ട് നിറഞ്ഞ ജീവിതങ്ങളിൽ പ്രകാശമായി മാറുവാൻ നമുക്ക് സാധിക്കുന്നത്. പാപത്തിൻ്റെയും അന്ധകാരത്തിൻ്റെയും നിഴലുകൾ നീക്കി ഉണ്ണി ഈശോ നമ്മുടെ ഹൃദയങ്ങളിൽ പിറക്കാൻ നാം ആഗ്രഹിക്കുമ്പോൾ ആ ദിവ്യപ്രകാശം നമ്മുടെ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും പുറത്തേക്ക് പ്രസരിക്കണം. ക്രിസ്ത്യാനി എന്നത് വെളിച്ചത്തിൻ്റെ മകനും മകളുമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചുറ്റുമുള്ള അവിശ്വാസത്തിൻ്റെയും നിരാശയുടെയും ഇരുട്ടിനെ മായ്ക്കാൻ നമുക്കോരോരുത്തർക്കും സാധിക്കണം. പ്രിയ സഹോദരങ്ങളെ, നമ്മിൽ ജ്വലിക്കുന്ന വിശ്വാസത്തിൻ്റെ ദീപം കരുണയായും സ്നേഹമായും മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകാൻ ഈ ദിവസം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സ്വന്തം ജീവിതം വിശുദ്ധീകരിക്കപ്പെടുമ്പോൾ മാത്രമേ മറ്റുള്ളവർക്ക് വഴികാട്ടിയാകാൻ നമുക്കും സാധിക്കുകയുള്ളൂ. സഭയുടെ പ്രബോധനങ്ങളനുസരിച്ച് സൽപ്രവൃത്തികളിലൂടെ ദൈവത്തിൻ്റെ മഹത്വം നൽകുന്നവരാണ് യഥാർത്ഥ പ്രകാശത്തിൻ്റെ വാഹകർ. ഈ ക്രിസ്മസ് ഒരുക്കത്തിൽ വെറുപ്പും വിദ്വേഷവും നിലനിൽക്കുന്ന ഇടങ്ങളിൽ സ്നേഹത്തിൻ്റെ തിരി തെളിക്കാൻ നമുക്ക് കടമയുണ്ട്. തകർന്നുപോയ മനസ്സുകൾക്ക് ആശ്വാസം നൽകുന്ന വാക്കായും വഴിതെറ്റിയവർക്ക് വഴികാട്ടുന്ന വെളിച്ചമായും നാം മാറണം. നമ്മുടെ ഉള്ളിലെ സ്വാർത്ഥതയുടെ ഇരുട്ടകറ്റി ക്രിസ്തുവാകുന്ന പ്രകാശത്തെ സ്വീകരിക്കുമ്പോൾ അത് തനിയെ ലോകത്തിലേക്ക് പരന്നുകൊള്ളും. ലോകത്തിൻ്റെ പ്രകാശമാകാൻ വിളിക്കപ്പെട്ടവർ എന്ന നിലയിൽ വിനയത്തോടും വിശ്വസ്തയോടും കൂടി ദൈവഹിതം പ്രവർത്തിക്കാം. പ്രകാശത്തിൻ്റെ ഈ തീർത്ഥാടന യാത്രയിൽ നമുക്ക് സന്തോഷത്തോടെ ക്രിസ്തുവിനെ അനുഗമിക്കാം.